ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് ഔദ്യോഗികമായ ഒരു സന്ദർശനം എന്നതിലുപരി പ്രധാനമന്ത്രി ഇന്ന് വയനാട്ടിലെ ജനങ്ങളുടെ വേദന തൊട്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് സന്ദർശനം നടത്തിയത്. ശരിക്കും പറഞ്ഞാൽ ദുരന്തമുഖത്ത് അദ്ദേഹം ചിലവഴിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് തന്നെ ആ ദുഃഖം കാണാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞ സമയക്രമവുമൊക്കെ കടന്ന മണിക്കൂറുകൾ അദ്ദേഹത്തിന് അവിടെ ചിലവഴിക്കേണ്ടി വന്നതും. നേരത്തെ ഔദ്യോഗികമായി നിശ്ചയിച്ചിരുന്ന സമയക്രമങ്ങളെല്ലാം തെറ്റി. ക്യാമ്പുകളിൽ അദ്ദേഹം കൂടുതൽ ആൾക്കാരെ കണ്ടു, ആശുപത്രിയിൽ പോയി കൂടുതൽ പേരെ സന്ദർശിച്ചു, അവരുമായൊക്കെ കുശലാന്വേഷണം നടത്തി. എല്ലാം കൃത്യമായി കണ്ടറിയണം, തൊട്ടറിയണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയൊരു പുനരധിവാസത്തിനെക്കുറിച്ചും അതിജീവനത്തെക്കുറിച്ചുമൊക്കെ ആലോചിക്കുമ്പോൾ കേന്ദ്രത്തിൻ്റെ സഹായം എപ്രകാരമായിരിക്കും, അല്ലെങ്കിൽ എപ്രകാരമാണ് ഇനിയൊരു പുനരധിവാസം കേന്ദ്രത്തിൻ്റെ സഹായത്തോടു കൂടി നടപ്പിലാക്കേണ്ടത് എന്നാണ് അങ്ങ് കരുതുന്നത്? ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക 2000 കോടി രൂപയുടെ പാക്കേജ്. ഇന്നിപ്പോൾ മിക്ക ചാനലുകളിലും കണ്ടൊരു ടൈറ്റിലായിരുന്നു 2000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിക്കുമോ എന്നൊക്കെ. അങ്ങനെയൊന്നും പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ ആദ്യം അറിയണം. നമ്മളൊരു ഭരണവ്യവസ്ഥയ്ക്കകത്താണ്, ഒരു ഭരണഘടനയ്ക്കകത്താണ്, ഒരു ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിനകത്താണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ പാക്കേജ് എന്ന് പറയാൻ വളരെ സുഖവും എളുപ്പവുമാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകളാണ് ഉണ്ടാവേണ്ടത്, പ്രപ്പോസലുകളാണ് ഉണ്ടാവേണ്ടത്. അത് ഡാറ്റാ ബേസ്ഡായിട്ടുള്ള പ്രപ്പോസലായിരിക്കണം, ഡാറ്റാ ബേസ്ഡായിട്ടുള്ള പ്രോജക്റ്റുകളായിരിക്കണം. അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും എടുക്കേണ്ടതുണ്ട്. ഇവിടെ നേരത്തെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ ജില്ലയിൽ അങ്ങനെ ഡാറ്റ ഇല്ല. പലതിനെക്കുറിച്ചും ഗ്രാസ് റൂട്ട് ലെവലിലെ ഡാറ്റ നമ്മുടെ കൈവശമില്ല. സെൻസസ് ഡേറ്റ വെച്ചോ പഞ്ചായത്തിൻ്റെ രേഖകൾ വെച്ചോ മാത്രം ഇത് തയ്യാറാക്കാൻ പറ്റുന്നതല്ല. അടിയന്തരമായി ഡേറ്റയും കൂടി പല ഡേറ്റകളും കളക്ട് ചെയ്യേണ്ടതുണ്ട്. അത് കളക്ട് ചെയ്ത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള മൈക്രോ ലെവലുള്ള പ്രപ്പോസലുകൾ ഉണ്ടാവണം. അങ്ങനത്തെ പ്രപ്പോസലുകൾ തയ്യാറാക്കി കേന്ദ്ര ഗവൺമെൻറ് കൊടുത്താൽ, കേന്ദ്ര ഗവൺമെൻറ് കൊടുത്താൽ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവർ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ആലോചിച്ച് ഓരോ വകുപ്പുകളുടെയും സ്കീമുകളുമായി ബന്ധപ്പെടുത്തി ആ സ്കീമുകളിൽ നിന്ന് എത്ര കണ്ട് മാക്സിമം അലോക്കേഷൻ തരാൻ പറ്റും എന്ന് തീരുമാനിച്ച് അങ്ങനെ മാക്സിമം അലോക്കേഷൻ തരാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് എല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പോൾ എത്ര രൂപ കിട്ടുമെന്ന് പറയാൻ പറ്റും. പക്ഷേ ഇൻഡിവിജ്വൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അങ്ങനെ ആയിരിക്കും തരുന്നത്. പിന്നെ NDRFൻ്റെ പൈസ, അല്ലെങ്കിൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ പൈസ, പിന്നെ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ പൈസ, ഇങ്ങനെ കുറേ സ്വാതന്ത്ര്യമുള്ള കുറച്ച് പൈസകളൊക്കെ ഉണ്ട്. പിന്നെ ഇനി ഫിനാൻസ് കമ്മീഷൻ വരും, ഫിനാൻസ് കമ്മീഷൻ്റെ കുറച്ച് പൈസ, ഇങ്ങനെ സ്വാതന്ത്ര്യമുള്ള കുറേ പണങ്ങളുണ്ട്. അതുകൂടി മൊബിലൈസ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ എൻ്റെ ആശങ്ക അവിടെ അല്ല. ഇവിടെ നമ്മൾ പ്രപ്പോസൽ കൊടുത്തു, പ്രപ്പോസലുകൾക്ക് ഫണ്ട് സ്കീമുകളിലാണ് അനുവദിക്കുന്നത്. നിങ്ങളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സ്കീമുകളിൽ അനുവദിച്ച് വരുമ്പോൾ ആരാണ് സ്കീമുകൾ നടപ്പിലാക്കുന്നത്? നമ്മുടെ എക്സിസ്റ്റിംഗ് സംവിധാനം തന്നെയാണ് നടപ്പിലാക്കുന്നത്. അതിനുവേണ്ടി വലിയ സംവിധാനമൊന്നും പുതിയതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നില്ല. പക്ഷേ വയനാടിൻ്റെ കാര്യത്തിൽ നമ്മുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പുതിയ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കണം, പുതിയൊരു മിഷനെക്കുറിച്ച് ആലോചിക്കണം. അല്ല എങ്കിൽ കഴിഞ്ഞ ദുരന്തങ്ങൾ നടന്ന സ്ഥലങ്ങളിലൊക്കെ, ഇതിന് തൊട്ട് മുമ്പ് വയനാടിന് തന്നെ നടന്ന പുത്തുമലയിൽ നടന്ന ദുരന്തത്തിൽ 25 വീട് വെച്ച് കൊടുത്തതിൽ 10 വീട് ചോരുന്നു. അവിടുത്തെ റവന്യൂ വകുപ്പിൻ്റെ ഒരു ഭൂമി പഞ്ചായത്ത് വകുപ്പിന് വിട്ടുകിട്ടിയാൽ അവർക്കവിടെ ഒരു അംഗൻവാടിയോ ബാലവാടിയോ എന്തോ ചെയ്തു കൊടുക്കാൻ പറ്റും. ഒരമ്മ വന്നിട്ട്, മുസ്ലിം സഹോദരി വന്നിട്ട് വേറൊരു ചാനലിൽ ഞാൻ ഇരുന്നപ്പോൾ പറയുകയായിരുന്നു, റവന്യൂ അല്ല അതെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും പറയുകയായിരുന്നു, ഇത് ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് തന്നെയായിരുന്നു, ഷംഷാദി തന്നെയായിരുന്നു. റവന്യൂ വകുപ്പിൻ്റെ കയ്യിലിരിക്കുന്ന ഭൂമി പഞ്ചായത്ത് മെമ്മോറാണ്ടം കൊടുത്തിട്ടും അപേക്ഷ കൊടുത്തിട്ടും എത്ര വർഷമായി, എത്ര കാലമായി കൈമാറുന്നില്ല. 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലെ നൂലാമാലകൾ ഇപ്പം മിണ്ടാതിരിക്കും. എല്ലാവരും ഇപ്പോൾ കരയും, സങ്കടപ്പെടും, പ്രയാസപ്പെടും. ഉദ്യോഗസ്ഥരെല്ലാം വളരെ രസകരമായിട്ട് കൂടെ നിൽക്കും. പക്ഷേ ഇത് കഴിഞ്ഞ് എല്ലാവരും റിലീഫായി പണം വന്ന് തുടങ്ങുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും ഓരോ സംവിധാനങ്ങളും അവരവരുടെ താല്പര്യങ്ങൾ കൂടി ഇതിനകത്ത് ബന്ധിപ്പിക്കും. അങ്ങനെ ബന്ധിപ്പിക്കുമ്പോൾ ചില ഉദ്യോഗസ്ഥർ ഇതിനകത്ത് ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് പരിപാടികൾ തുടങ്ങും. കോൺട്രാക്ടർമാർ, നിങ്ങൾ മനസ്സിലാക്കുക, ധാരാളം കോൺട്രാക്ടർമാർ ഇത് കണ്ടുകൊണ്ട് അവിടുത്തെ ഇനിയിപ്പോൾ കെട്ടിട നിർമ്മാണം, ഓരോ കാര്യങ്ങൾ, സ്കൂൾ നിർമ്മാണം, ഒരുപാട് പരിപാടികൾ വരും. അതിനവിടെ അടുത്ത് കൂടും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന അതിൽ അഴിമതി, ക്വാളിറ്റി ഇല്ലായ്മ, ഇതൊക്കെ നമ്മൾ കണ്ടുവരികയാണ്. അപ്പോൾ പ്രോജക്റ്റ് തയ്യാറാക്കുന്നത് പോലെ പ്രധാനമാണ്, DPR തയ്യാറാക്കുന്ന പോലെ പ്രധാനമാണ്, പ്രപ്പോസൽ തയ്യാറാക്കും പോലെ പ്രധാനമാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്താൽ മാത്രം, അവർ തത്വത്തിൽ ക്യാബിനറ്റ് അംഗീകരിച്ചാലും അത് വാങ്ങിയെടുക്കുന്നതിന് ഒരുപാട് നടപടിക്രമങ്ങൾ കാണും. കാര്യം സർക്കാർ സംവിധാനത്തിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും കാണും. ആ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ച് വാങ്ങിയെടുത്ത് അത് വളരെ കൃത്യമായി ഇവിടെ ചിലവാക്കി
ഞാനിത് പറയുമ്പോൾ മറ്റൊന്നും ആരും എന്നോടൊന്ന് വിചാരിക്കരുത്, ഒരു സങ്കടം എന്നോട് പറയരുത്. സുനാമിയുടെ ഫണ്ട് കോട്ടയം ജില്ലയിൽ ചിലവാക്കിയവരാണ് മലയാളികൾ. കോട്ടയം ജില്ലയിൽ കടലില്ലല്ലോ, കടലിൻ്റെ അത് കോട്ടയം ജില്ലയുടെ മലയോര പ്രദേശത്തിലാണ്. സുനാമിയുടെ ഫണ്ടെടുത്ത് കോട്ടയം ജില്ലയുടെ മലയോര ഭാഗത്ത് ചിലവാക്കിയ ഒരു സമൂഹമാണ് കേരളം. ഞാനത് ആരെയും കുറ്റപ്പെടുത്താനല്ല ഈ സമയത്ത് പറയുന്നത്, അനുഭവങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് പ്രോജക്റ്റുകൾ എത്ര ഉണ്ടാക്കുന്നതിനൊക്കെ എളുപ്പമാണ്. നമ്മുടെ സംവിധാനങ്ങളിൽ നിന്ന് ഉണ്ടാക്കാം, അല്ലെങ്കിൽ പ്രൊഫഷണലുകളെ വെളിയിൽ നിന്ന് വിളിച്ചുണ്ടാക്കാം. അത് സബ്മിറ്റ് ചെയ്യാനും എളുപ്പമാണ്. അവിടെ നിന്ന് പണം അലോട്ട് ചെയ്യാൻ സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ടേ അവർക്ക് പണം അലോട്ട് ചെയ്യാൻ കഴിയുള്ളൂ. സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് പണം അലോട്ട് ചെയ്യുമ്പോൾ സ്വാതന്ത്ര്യമുള്ള പണവുമുണ്ട്, സ്വാതന്ത്ര്യമില്ലാത്ത പണവുമുണ്ട്. സ്വാതന്ത്ര്യമില്ലാത്ത പണം പലപ്പോഴും സ്കീമുകളുമായി ടൈപ്പ് ചെയ്ത പൈസയാണ്, അത് അങ്ങനെ അലോട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അലോട്ട് ചെയ്ത് ഇങ്ങോട്ട് കിട്ടിയാൽ നമ്മൾ അത് ഏത് ഗവൺമെൻറ് ആയാലും, ഞാൻ എക്സ് ഓർ വൈ അല്ല പറയുന്നത്, പല കാലഘട്ടത്തിലും ഇവിടെ ദുരന്തം ഉണ്ടായിട്ടുണ്ട്. സുനാമി മുതൽ പല കാലഘട്ടത്തിലും കേന്ദ്ര സഹായം കിട്ടിയിട്ടുണ്ട്. UPA ഗവൺമെൻറ് കേരളത്തിലിരുന്നിട്ടുണ്ട്, ഇപ്പോൾ BJP ഗവൺമെൻറ്റാണ്, ഇവിടെ UDF ഭരിച്ചിട്ടുണ്ട്, LDF ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റത്തെയാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഒരു നിലവിലിരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ ഒരു പാർട്ടിയല്ല ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇത് സിസ്റ്റം കുറച്ചുകൂടി ഒരു മിഷൻ മോഡിൽ പോയില്ലെങ്കിൽ, ഇതിന് ഞാനൊരു കാര്യം പറയട്ടെ, ഇതിന് തയ്യാറാക്കുന്ന പ്രോജക്റ്റുകൾ ദയവായി പബ്ലിഷ് ചെയ്യണം. മാത്രമല്ല മുഖ്യമന്ത്രിയുടെയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലും റവന്യൂ മന്ത്രിയുടെ ഓഫീസിലും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ, അതായത് സെക്രട്ടേറിയറ്റിലുള്ള ഇതിൻ്റെ സീനിയർ ലെവൽ ഉദ്യോഗസ്ഥരുടെ ഓഫീസിലും ഡാഷ് ബോർഡുകൾ വെക്കണം. ഡാഷ് ബോർഡ് വെക്കുന്ന അതും ഗുജറാത്തിൽ നിന്ന് ഭരണവ്യവസ്ഥയിൽ പഠിച്ചൊരു കാര്യമാണല്ലോ. നമ്മളിവിടുത്തെ ആളുകളൊക്കെ പോയി പഠിച്ചല്ലോ, ഈ ഗവൺമെൻറ് ആളുകളൊക്കെ തന്നെയാണ് പോയി പഠിച്ചത്. ഡാഷ് ബോർഡ് വയ്ക്കുകയും അവിടെ ഇത് പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്യണം. എത്ര രൂപയുടെ പ്രവർത്തനം നടന്നു, ഓരോ സ്കീമുകൾ എത്ര നടപ്പിലാക്കി, എന്താണ് അതിൻ്റെ മോണിറ്ററിങ്, എന്താണ് അതിൻ്റെ പ്രോബ്ലം, അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക, അതാരാണ് റെസ്പോൺസിബിൾ ഉദ്യോഗസ്ഥൻ. നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെയും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ റീഹാബിലിറ്റേഷനിലടക്കം കൃത്യവിലോപം നടത്തുന്ന ഉദ്യോഗസ്ഥരെയും ക്രിമിനൽ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യാം. അത്ര മഹത്തായ ഒരു നിയമമാണ് ഈ രാജ്യത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ആ നിയമം ഇരിക്കുമ്പോഴാണ് നമ്മൾ കാണുന്നതും കാണാത്തതുമായ പലതും നടക്കുന്നത്. അതുണ്ടാവരുത് ഈ പ്രോജക്റ്റിൽ, ഈ മിഷനിൽ. അതുകൊണ്ട് അടിയന്തരമായ ഒരു മിഷൻ ഉണ്ടാക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. 2013 റീഹാബിലിറ്റേഷൻ ആൻഡ് സെറ്റിൽമെൻറ്റ് ട്രാൻസ്പെറൻസി ആക്ട് അനുസരിച്ചാണ് കുടിയൊഴിപ്പിക്കലിനും ഒരു പദ്ധതിക്ക് വേണ്ടി ആളുകളെ എടുക്കുകയൊക്കെ ചെയ്താൽ, അല്ല സ്ഥലം എടുക്കുകയൊക്കെ ചെയ്താൽ, വീടെടുക്കുകയൊക്കെ ചെയ്താൽ ഫണ്ട് കൊടുക്കുന്ന ഒരു വളരെ സുതാര്യമായ നിയമമുണ്ട് ഈ രാജ്യത്ത്. പക്ഷേ അത് പോരാ. ഇനി കാലാവസ്ഥാ സ്ഥിരത ഫണ്ട്, ഡിസാസ്റ്റർ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് വേണ്ടി, അതായത് ഇങ്ങനെ വരുന്ന റീഹാബിലിറ്റേഷൻ നടത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള, അതിനുശേഷം പഠനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് ഇന്ത്യ ഗവൺമെൻറ് മാറ്റിവെക്കണം. അത് ഇന്ത്യ ഗവൺമെൻറ്റിന് കഴിയുള്ളൂ. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് കുറച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യ ഗവൺമെൻറ് മേജർ എമൗണ്ട് മാറ്റിവെക്കണം. ലോകത്തെല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ അങ്ങനെ മാറ്റിവെക്കുന്നുണ്ട്. കാലാവസ്ഥയെ ക്ലൈമറ്റ് ചേഞ്ചിന് ആവശ്യമായ പഠനങ്ങൾ ഇപ്പോൾ നടക്കുന്നു. അല്ലാതൊരു ഫണ്ട്, ഞാൻ ഈ പറഞ്ഞ പോലെ റീസെറ്റിൽമെൻറ്റിനുള്ള അല്ലെങ്കിൽ ലാൻഡ് അക്വിസിഷൻ നടത്തുന്നത് പോലെ ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളെ റീസെറ്റിൽ ചെയ്യാനും റിക്കവർ ചെയ്യാനുമായിട്ട് പ്രത്യേക ഫണ്ടിൻ്റെ ഒരു പ്രൊവിഷൻ കേന്ദ്ര ഗവൺമെൻറ് ആലോചിക്കണം. അത് വളരെ ഗൗരവമായൊരു കാര്യമാണ്. അതെ, തീർച്ചയായും.